പെട്ടെന്ന് എന്തെങ്കിലും ക്രേവിങ് വന്നാൽ മനസ്സിലോട്ടേക്ക് വരിക ഷിന്തക മ്യൂസിയത്തിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് സൂക്ക്, ദുബായിലുള്ള സൂക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ദുബായിലുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ പോയിട്ട് നല്ല എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്നാണ് ഫസ്റ്റ് മനസ്സിലോട്ടേക്ക് വരിക. അവിടുത്തെ മോമോസ്, ചില്ലി ബജി ഇങ്ങനത്തതൊക്കെ. അങ്ങനെ പെട്ടെന്ന് ക്രേവിങ് വന്നപ്പോൾ ഞാൻ ഇക്കനോട് പറഞ്ഞത് ആദ്യം പാനിപൂരി ആയിരുന്നു പ്ലാൻ ആക്കിയത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് എൻ്റെ മൈൻഡൊക്കെ മാറിയിട്ടോ. മാറിയിട്ട് നേരെ സെലക്ട് ചെയ്യുന്നത് മോമോസൊക്കെയാണ്. ഇത് ഈ മോമോസും സേവ് പൂരിയൊക്കെ കഴിക്കുമ്പോഴേ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് വല്ല നോർത്ത് ഈസ്റ്റിൻ്റെ കടയായിരിക്കും. നല്ല കേട്ടോ, ഇത് നമ്മുടെ മല്ലൂസിൻ്റെ കടയാണ്, നാദാപുരക്കാരെ കടയാണ് കേട്ടോ, രക്ഷയില്ല. ഇത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ ഒരുപാട് കൊലവേളി നടത്തുന്ന ഷോപ്പൊന്നല്ല. അവിടെ പോയിട്ട് നമുക്ക് വയറ് നിറച്ച് കഴിച്ചാലും മാക്സിമം ഒരു 35-40 ഗ്രാംസ് അത്രേ വരുള്ളൂ കേട്ടോ. ഞാനാണെങ്കിൽ അവിടെ എത്തിയ പാടന്നെ എൻ്റെ പ്ലാനൊക്കെ അങ്ങോട്ട് മാറ്റി, പാനിപ്പൂരിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് സേവ് പൂരിയും അതുപോലെ നമ്മുടെ മോമോസൊക്കെ അവർ ചട്നിയും കൂട്ടി കഴിക്കാൻ എന്ത് രസമറിയോ. അപ്പോഴതെല്ലാം കഴിച്ച് നല്ലൊരു ചായയും കുടിച്ച്, നമ്മുടെ നാട്ടിലത്തെ പൊടിച്ചായ ഇല്ലേ, അതാണ് അവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ദുബായ് കഫ്റ്റീരിയകളിലൊക്കെ കിട്ടുന്ന കടക്റ്റി അല്ല കേട്ടോ, അവിടെ നല്ല പൊടിച്ചായയാണ്. അതെല്ലാം കുടിച്ച് വീണ്ടും നമ്മൾ ഷിന്തക മ്യൂസിയത്തിൻ്റെ അവിടെ കറങ്ങുകയാണ് കേട്ടോ. ഞാൻ ശരിക്കും ആ ഒരു ഭാഗത്ത് പോയാൽ ഏതോ ഒരു നാട്ടിൽ, അതായത് ഈജിപ്തിലോ അല്ലെങ്കിൽ വല്ല സിറിയയിലോ അങ്ങനെയൊക്കെ ഉള്ളൊരു നാടുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഷിന്തക മ്യൂസിയത്തിൻ്റെ ഓരോ ഇടവഴികളിലൂടെ പോകുന്ന സമയത്ത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഷിന്തക മ്യൂസിയം ഭാഗത്തോട്ടേക്ക് ഒന്ന് പോകണേ. പിന്നെ ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട് സൂക്ക് ഭാഗത്തേക്കും പോകണം കേട്ടോ. ഈ ഒരു ഇടയിൽ കൂടെ, അതായത് ഇടവഴി കൂടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരും. നമ്മുടെ നാട്ടിലൊക്കെ ആദ്യമൊന്നും മതിലുകളൊന്നും ഇല്ലായിരുന്നല്ലോ, ഓരോ വീട് ഇങ്ങനെ ചാടി പോയിട്ടല്ലേ ഇരുന്ന നമ്മൾ കളിക്കാറൊക്കെ. എനിക്ക് ശരിക്കും നടക്കുമ്പോഴേ ആ ഒരു ഓർമ്മ വരും. അല്ലെങ്കിൽ നമ്മൾ കണ്ട സീരീസ്, ഈജിപ്ഷ്യൻ സീരീസ്, സിറിയൻ സീരീസ്, അങ്ങനത്തെ നാടുകളൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് പോലാണ് എനിക്ക് ഫീൽ ആവാറ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നേരൊക്കെ എൻ്റെ കമ്പനിയിലോട്ടേക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് മുരിങ്ങൻ്റെ എല്ലൊക്കെ പറിച്ചിട്ടാണ് നേരെ വീട്ടിലോട്ടേക്ക് വന്നത്. അവിടെ നല്ല സൂപ്പറായിട്ടുള്ള മുരിങ്ങൻ്റെ എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു മുരിങ്ങൻ്റെ എല്ലാം കറി കഴിക്കാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നേരെ എന്നോട് പറയും, നിങ്ങൾ ഓഫീസിലോട്ടേക്കൊന്ന് കൊണ്ടുപോകുമെന്ന് ചോദിക്കും. അവിടുന്ന് അതും പറിച്ച് തിരിച്ചിട്ട് നേരെ വീട്ടിലോട്ടേക്ക്. അത് മാത്രമല്ല കേട്ടോ, അവിടുന്ന് പറിച്ചത് കുറച്ച് തുളസിയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.